ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു കാര്യം ലാലേട്ടൻ എടുത്തുടുത്ത്. കൊച്ചേ, എന്റെ ചോദ്യങ്ങൾക്ക് നീ ശരി ഉത്തരം പറയണം. ഇത് അവിടെ നിന്ന് എടുത്ത അയച്ചാണോ മൊബൈലില്? അയച്ചല്ല, എന്റെ ചാനലിൽ ഇട്ടതാ. ഇയാൾക്ക് എന്താണ് വയ്യേ? നേരത്തെ വരുന്നതിന്റെ അന്ന് നീ നിന്റെ നിലവാരം കാണിച്ചു വന്നതാണ് ശരി. അടുത്ത ആഴ്ചത്തുണ്ടോ? അങ്ങനെ ചോദിച്ചാ നമ്മുടെ രേണുസുതി, രേഷ്മ പി തങ്കച്ചൻ സൂപ്പർ സ്റ്റാർ ഒന്ന് ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചതാണ്. നൈസായിട്ട് നല്ല തേച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ്. മുതലും പലിശ ചേർത്ത് കിട്ടി. അല്ല 2-3 ആഴ്ച എന്റെ ഞാൻ വയറ്റിപ്പഴപ്പണനിയെ ഉപദ്രവിക്കരുത്. അല്ല, നേരത്തെ ഇത് മുൻകൂട്ടി കണ്ടത് എങ്ങനെയും ഞാൻ ഈ കയ്യില് പിന്നെ വല്ല ഫോൺ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല. ആരെങ്കിലും വല്ല ബെൽറ്റ് പോകുമ്പോൾ ഒളിപ്പിച്ചോണ്ടെന്ന് ആർക്കറിയാം. അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം പറയാം. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? ഫസ്റ്റ് എന്തായാലും വരുമെന്ന് ഉറപ്പായിരുന്നു. അമ്മാര് ഷോയിലെ കുറച്ചാളായിട്ട് നീ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് അതെന്ത് പറ്റി ഉറപ്പ് വരാൻ? അറിയില്ല, ലാലേട്ടൻ അങ്ങനെ തോന്നി വരുമെന്ന്. എന്തുകൊണ്ടങ്ങനായി? നിന്റെയൊക്കെ കഴിവുകേട് കൊണ്ട്. ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ? അല്ല. മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. ഇതുകൊണ്ടൊന്നും നാടും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. ഗായ്സ്, വേറെ ഒരു വഴിയില്ല ഗായ്സ്. പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണം, നിങ്ങൾ കളിക്കണം, ജയിക്കണം. എനിക്ക് പ്രശ്നം വയ്യ. എനിക്ക് ഈ ഷോയോടും പ്രേക്ഷകരോടുമുള്ള അനീതിയാണ് കാണിക്കുന്നത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പാമ്പൊക്കെ തൊലിയുരിയെന്ന് കണ്ടിട്ടില്ലേ? അതുപോലായിരുന്നു ലാലേട്ടൻ തൊലിയുരിഞ്ഞങ്ങ് വിട്ടത്. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഷോ കഴിഞ്ഞതിന് ശേഷം രേണുവിന്റെ ഭാഗത്തുനിന്ന് ഒരു മാപ്പ് പറച്ചിൽ നാടകമുണ്ട്. ഞാൻ മനഃപൂർവ്വം അല്ല, അറിയാണ്ടാണ് തെറ്റ് ചെയ്തത്. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരുത്തരല്ല കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാന്ന് പറഞ്ഞതാണ്. എന്നോട് ക്ഷമിക്കുക. അല്ലെ, അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കുക. എന്തോരഭിനയം. കസിൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത്. അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. ഒരു 10 ഏത്ത വിട്ടോട്ടെ എനിക്ക് സമാധാനത്തിൽ. 2 ഒന്ന് നിർത്തുവോ? മനസ്സമാധാനം തരുമോ?